ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് എയർ ഫ്രയറിൽ എങ്ങനെ നമുക്ക് എണ്ണയൊന്നും ഇല്ലാതെ എങ്ങനെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ അൽഫാമും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ ഷേപ്പാണോ വേണ്ടത് അതുപോലത്തെ ആക്കാം. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഷേപ്പ് ഉണ്ടാക്കിയത്. പൊട്ടറ്റോ ലേസിൻ്റെ ഷേപ്പല്ലേ അതുപോലെ ആക്കിയിട്ടും എടുക്കാം. നമുക്കിപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് ഉപ്പ് പൊടി, മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് പൊടി എന്നിങ്ങനെയാണ് ഇട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പം വേറെ പാത്രത്തിലൊന്നും ആക്കിയിട്ടില്ല. ഞാൻ നല്ലോണം കഴുകി തൊലി കളഞ്ഞിട്ടാണ്. ഇതെൻ്റെ മാർബിളിൻ്റെയാണ് ട്രേ. കട്ടിംഗ് ബോർഡ് മാർബിളിൻ്റെ ആയതുകൊണ്ട് അതിൽ തന്നെ ഞാൻ മിക്സ് ആക്കിയിട്ട് ഇത് എയർ ഫ്രയറിൻ്റെ ട്രേയിൽ ഇത് ഇട്ട് കൊടുക്കലാണ്. ഇത് അതിലിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് പിന്നെ നേരെ എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് 155 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായത്. പിന്നെ മെനു എടുത്താൽ പൊട്ടറ്റോൻ്റെ എല്ലാറ്റിൻ്റെ ഓരോന്നിനും ഏതാണ് ചിക്കൻ്റെത് അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ 15 മിനിറ്റ് വെക്കുക. പിന്നെ വെളിച്ചെണ്ണ ഒട്ടും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇതിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നെയ്യോ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ ബട്ടർ ഇട്ടണമെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അത് ഇട്ടാൽ അടിപൊളിയായിരിക്കും. നിങ്ങളങ്ങനെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, പൊളിയാണത്. പിന്നെ ഇതിൽ ചോളം എല്ലാം ഉണ്ടാക്കാം. അങ്ങനെ ഇതാ 1 മിനിറ്റായി ഓഫായി. അതിന് ശേഷം നമുക്കിത് തുറന്നെടുത്ത് നോക്കാം. ഇതാ എടുത്തിട്ടാകുമ്പോൾ ഇതാ നല്ലൊരു പൊട്ടറ്റോ ഫ്രൈ ആയി. ഇനി ഇതിൻ്റെ കൂടെ ബട്ടർ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് എണ്ണയില്ലാതെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചാറ്റ് മസാലയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്ന് സോസും കൂട്ടിയിട്ട് ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ്റെ അൽഫാമാണ്. നമുക്ക് എങ്ങനെ എണ്ണയില്ലാതെ ഇതിനിപ്പോൾ 1 ടീസ്പൂൺ എണ്ണ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നല്ലോണം എണ്ണയിൽ ഫ്രൈ ചെയ്യാണ്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് കുറേ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ എല്ലാം കുറക്കാം. ഈ വെളിച്ചെണ്ണ എണ്ണയൊക്കെ കൂടുമ്പോഴാണല്ലോ അറ്റാക്കൊക്കെ വരാം. അപ്പോൾ അതെല്ലാം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സംഭവം ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി കഴുകുന്നതാണ്. അപ്പോൾ ഇത് വലിയ പീസായതുകൊണ്ട് ഞാൻ 2 പീസാക്കി എടുക്കുന്നുണ്ട്. ഇനി എല്ലാം വരഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി കഴുകി എടുക്കേണ്ടതാണ്. ഞാൻ വരയുന്നതിന് മുന്നേ ഒന്ന് വൃത്തിയിൽ കഴുകിന്, എന്നാലും ഒരു ചെറിയൊരു ഇത് ഉള്ളതുപോലെ തോന്നിയിട്ട് ഒന്നും കൂടി നല്ലോണം കഴുകി എടുക്കുന്നതാണ്. അപ്പോൾ നല്ലോണം ഒന്നും കൂടി കഴുകിയെടുത്തപ്പോൾ നല്ല ക്ലീനായി. അപ്പോൾ ഫുള്ളായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ചെറിയ പീസും ലിവറും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇനി ലെഗ് പീസിൻ്റെ 2 എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല പരത്തി കൊടുക്കുക. ആദ്യം ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിപ്പോൾ എടുത്തത്. പിന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി ഇടാൻ. ഞാനിപ്പോൾ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ജീരകപ്പൊടി, ചെറിയ ജീരകം പൊടിച്ചതാണ്, വറുത്ത് പൊടിച്ചത്. അത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര്, അങ്ങനെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. അത് നല്ലോണം മാഗ്നറ്റ് ചെയ്ത് വെക്കുക. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വരയിട്ട് ഭാഗത്തെല്ലാം നല്ലോണം പുരട്ടി കൊടുക്കുക. ഇങ്ങനെ എന്തായാലും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ പറയണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, അത് ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ. അധികം പുളി ഇഷ്ടമല്ല ഇവിടെ ആയിരിക്കും, അതുകൊണ്ടാണ്. പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂണൊന്നുമില്ല, 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണൻ്റെ ആവശ്യമില്ല. പിന്നെ ജസ്റ്റ് ഒരു എണ്ണ തടവേണ്ടെന്നുള്ള രീതിയിൽ ഒഴിച്ച് കൊടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി എടുക്കുക. നല്ലോണം പേസ്റ്റ് ആകേണ്ടതാണ്. അപ്പോഴാണ് ചിക്കനിൽ നല്ലോണം പിടിക്കുക. അതുകൊണ്ടാണ് നല്ലോണം പേസ്റ്റാക്കാൻ പറഞ്ഞത്. അങ്ങനെ പേസ്റ്റ് ആയിട്ടില്ലാന്ന് തോന്നിയപ്പോൾ ഒന്നും കൂടി അടിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഇസുവും കൂടെ കൂടാറുണ്ട്. അതുപോലെ ഓനും കൂടെ കൂടിയതാണ്. ഇനി ഈ പേസ്റ്റ് എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ട് നല്ലോണം ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. നേരത്തെ ഞാൻ മഞ്ഞളും ഉപ്പും പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അത് മിക്സാക്കി കൊടുത്തത്. ഇനി ഇതും കൂടി മിക്സാക്കിയിട്ട് നല്ലോണം ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക.
അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അതിൻ്റെ മസാല ഒന്നും അതിലേക്ക് പിടിക്കൂല. ഫ്രിഡ്ജിൻ്റെ താഴേൽ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി, ഫ്രീസറിലൊന്നും വെക്കണ്ട. ഇല്ലെങ്കിൽ പുറമെ നിങ്ങൾക്ക് എവിടെയെങ്കിലും അടച്ച് വെച്ചിട്ട് വെച്ചാലും മതി. അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് എയർ ഫ്രയർ എടുത്തിട്ട് അതിലേക്കൊന്ന് വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറിൽ ആക്കി കൊടുക്കുക, ബട്ടറാക്കി കൊടുക്കുക. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ആക്കി കൊടുക്കുന്നത്. അത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഈ പാത്രത്തിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആക്കി കൊടുത്തത്. അപ്പോൾ ഈ ചിക്കൻ ലെഗ് പീസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നമുക്ക് നല്ലോണം വൃത്തിയിൽ വെച്ച് കൊടുത്തിട്ട് ഇനി 200 ഡിഗ്രിയിൽ അരമണിക്കൂർ 30 മിനിറ്റെങ്കിലും വെക്കണം. എന്നാലാണ് അതിൻ്റേതായ രീതിയിലാവുള്ളൂ. അപ്പോൾ നല്ല ഫ്രൈ ആയി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ 30 മിനിറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ 1 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഓഫായി. ഇനി നമുക്ക് എടുത്ത് നോക്കിയപ്പോൾ നല്ല ഒരു ഭാഗത്ത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുമുണ്ട്. അപ്പോൾ നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും കൂടിയിട്ട് നല്ലോണം ഫ്രൈ ആവണം. ഞാൻ കൈ കൊണ്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ആ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ടായിന്, അടിപൊളിയായിരുന്നു സ്മെല്ല്. നല്ല അൽഫാമിൻ്റെ അതേ സ്മെല്ലുണ്ടായിന്. അങ്ങനെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ കൂടുതലൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ, പക്ഷേ ചിക്കൻ്റെ നെയ്യ് കുറച്ച് നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല അടിപൊളി ഫ്രൈ ഒക്കെ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഫീഡ്ബാക്കൊക്കെ പറയണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.